ഞാൻ ഒറ്റപ്പെടുവോ, എന്നെ ഒറ്റപ്പെടുത്തുവോ, അറിയണ്ടേ? എനിക്കും തോന്നുന്നുണ്ടോ? ഒറ്റപ്പെടുവോ, മുന്നോട്ട് പോവോ, എന്നെ ഒറ്റപ്പെടുത്തുവോ? എനിക്കെന്താ തോന്നുന്നത്? ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. പിന്നെ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കല്യാണത്തിനെ കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ആയിരുന്നു. അത് ഞങ്ങളെ താല്പര്യം കൊണ്ട് ചെയ്തതല്ല. കുറേ ആൾക്കാർ കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കുന്ന, അതായത് പെട്ടെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഞങ്ങൾ അങ്ങനെ ചെയ്യലില്ല, ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊന്നും. പിന്നെ എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെ ചോദിക്കുന്ന, എപ്പോഴും ഇങ്ങനെ കാണുന്ന ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് വീഡിയോയിൽ കൂടുതലും ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യൽ. ഇപ്പം ഒരു കമൻറ്റ് കണ്ട് അവസാനം ഷെമി ഒറ്റപ്പെടും, അങ്ങനെയാണ് അവസാനം ഉണ്ടാവുക, അങ്ങനെ ഒരു കമൻറ്റ് കണ്ടപ്പം ഭയങ്കര ഒരു എന്താ പറയുക, സങ്കടമായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള ഒരാളായിരുന്നെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഒപ്പം കൂട്ടുകയും ചെയ്യൂല, അതുപോലെ ഇങ്ങനെ കൊണ്ട് നടക്കുകയും ചെയ്യൂല. ഇതൊക്കെ മനസ്സിലാക്കാൻ മാത്രമുള്ളൊരു ബോധമില്ലാത്ത ആൾക്കാരാണല്ലോ ജനങ്ങൾ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. അത് ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. അപ്പോൾ ഏതായാലും അത് അങ്ങനെയുള്ളൊരു തോന്നൽ ക്ഷമിക്കുന്നുണ്ടോ അതും കൂടി എനിക്ക് അറിയണം. കാരണം ഇങ്ങനെ കുറേ ആൾക്കാർ നിങ്ങളിങ്ങനെ പറയുമ്പം അതുപോലെ ക്ഷമിക്ക് എന്താണ് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത് എന്നുകൂടി നമുക്ക് ചോദിച്ച് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാണ്ടായ കാര്യം. പിന്നെ ആ കല്യാണത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതും നിങ്ങളിൽ പല ആൾക്കാരും ഇങ്ങനെ ചോദിച്ച് അവസാനം പറയേണ്ട അവസ്ഥ വന്നിട്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് ഈ കാര്യം കണ്ടപ്പം സത്യം പറയുകയാണെങ്കിൽ അത് എന്നോട് തന്നെ ഒരു എന്താ പറയുക, ഇതിനെക്കുറിച്ച് ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെയാണല്ലോ വിചാരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴുള്ളൊരു സംഭവം, ആ ഒരു സങ്കടം. അപ്പോൾ പക്ഷേ അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയല്ല, പക്ഷെ എന്നാലും ഒരു വിഷമം, അതാണ് സംഭവം. നമ്മളെ വ്യക്തിത്വത്തിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ആളുകൾക്ക് എന്നുള്ള ആലോചിക്കുമ്പോൾ ഒരു സംഭവം അത്രേ ഉള്ളൂ. അപ്പോൾ ഷെമി എന്താണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതെന്ന് കൂടി ഒന്ന് അറിയണം എന്നുണ്ട്. അപ്പോൾ ഏതായാലും അതൊരു വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു, അത് നിങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പം അതാണ്. എന്താണ് ഈ ഡ്രസ്സ് ഇട്ട അപ്പോഴേക്കും ഈ മൈക്കൊന്ന് വെക്ക്. ഹെയർ സ്റ്റൈൽ അടിപൊളി. എങ്ങോട്ടാ പോണേ? പിന്നെ അപ്പോഴേക്കും ഈ ഡ്രസ്സ് ഇട്ടോ? കിട്ടിയപ്പോ തൊട്ട് ഇത് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോ ഇടാന്ന് വിചാരിച്ചു ഞാൻ വെച്ച ഡ്രസ്സായിരുന്നു. അന്നപ്പോഴേക്കും ഇട്ടോ? ഓ പഠിച്ചറബേ, ഇനി ഇന്നലെ ഉറങ്ങിയില്ലേനു? ആരെടുത്തേനു ഉറങ്ങിയത്? ഇന്നലെ ആരെടുത്തേനു ആയിഷ ഉറങ്ങിയത്? ആയിഷു ആരെടുത്തൊക്കെ ഉറങ്ങല്? ആയിഷു ഡാഡു എങ്ങനെയാ എടുക്കല്? ഇങ്ങനെ ഇങ്ങനെ എടുക്കല്? ഇങ്ങനെ ജീന് ഫുൾ ലെങ്ത് ഉള്ള ജീന് ഇതുവരെ യൂസ് ചെയ്തില്ല കേട്ടോ. നിന്നോട് ഇങ്ങോട്ട് വാ. നല്ലോ നിക്ക് അവിടെ നിക്ക്. ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്ക്. എന്റെ ഫ്രണ്ട്സൊക്കെ അല്ലേ, എന്റെ സ്കൂളിലെ നഴ്സറിയിലെ ഫ്രണ്ട്സൊക്കെ അല്ലേ, ഒരു കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ? ഇതിന്റെ കൂടെ വേറെ 2 എണ്ണം കൂടി ഉണ്ട് കേട്ടോ. നൗഫൽ അയച്ചു. അപ്പൊ ഈ ഡ്രസ്സ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ നൗഫലില്ലേ, ഉമ്മയും മോനും നൗഫൽ അയച്ചു തന്നതാണ്. അപ്പം ഒരുപാട് ഇഷ്ടമായിരിക്കുന്ന സംഭവം. അപ്പം ഞാനിത് എവിടെയെങ്കിലും പോണ സമയത്ത് ഇതാന്ന് വിചാരിച്ച് ഞാൻ വെച്ചതാണ്. ഇത് ഉമ്മയും മോളും കൂടി ഇപ്പം ഇടുന്ന കാര്യമാണ്. ഉമ്മയും മോനും അയച്ചു തന്നത്, ഉമ്മയും മോളും കൂടി പെട്ടെന്ന് ഞാൻ ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. ആയിഷു അങ്ങോട്ട് നോക്കിട്ട് പറയും. മുബാസ് ഇങ്ങോട്ട് വാ, ഇവിടെ അങ്ങോട്ടേക്ക് ഫേസ്. അശുവിനെ മുടി കെട്ടിയ ഇഷ്ടായില്ല, ഞാൻ മാറ്റി കെട്ടി കൊടുക്കാം. നേരെക്കുന്നാല് അശു ഞാനൊന്ന് മാറ്റി. ഉണ്ടാവുമെന്ന് അറിയാം. പപ്പ അയച്ചു തന്നതാ അല്ലേ? അപ്പൊ അലേഹന്റെ പപ്പനോട് വേറെ ഇഷ്ടായിന്ന് പറയും ഡ്രസ്സ്. പിന്നെ വേറെ 2 ഡ്രസ്സും കൂടി ഉണ്ടല്ലോ എന്റെ പുറം, അവിടല്ലേ അപ്പുറത്തെ റൂമില വേറെ 2 ഡ്രസ്സും കൂടി അയച്ചു. 3 അയച്ചു തന്നിക്കണേ. സെലക്ഷൻ ഉണ്ട് കേട്ടോ ഷോപ്പില്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഷോപ്പിൽ കണ്ടപ്പോ നല്ല രസമുള്ള ഡ്രസ്സാണല്ലോ എന്ന്. അപ്പോൾ ഇങ്ങനെ അയച്ചു തന്നെ. അപ്പൊ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. ആ ഷോപ്പ് എവിടെയായോ കറക്റ്റ്? അത് പെരിന്തൽമണ്ണ അല്ലേ?
എനിക്കറിയില്ല ഏടാണ്. അപ്പോൾ ഓരോ ഓൺലൈനായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ നമ്പർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാണ്ടോ. നല്ല ഡ്രസ്സുകളൊക്കെ അയച്ചു തന്നിക്കണേ. അമ്മ ഒന്ന് കാണിച്ചു നല്ല കൊടുക്കട്ടെ, ഇഷ്ടമായിരിക്കുന്നു അശ്വിൻ്റെ ഫ്രണ്ട്സിനൊക്കെ വാങ്ങിക്കോട്ടെ. അടിപൊളി അല്ലേ? ഇതാ ഇത് അശ്വിന് ഇല്ലാത്തൊരു കളറായിരുന്നു. ഇവിടെ കാണിച്ചു കൊടുക്ക് ഐശു, ഇവിടെ കാണിച്ചു കൊടുക്ക്. ഇതില് ബാക്കിൽ ഇങ്ങനെ ഓപ്പൺ ആക്കാൻ. ഇത് റെഡാണ്, ഇത് പിങ്ക് അല്ലേ? ഇത് പിങ്കും വൈറ്റും അല്ലേ? വൈറ്റ് അല്ല, പിങ്ക് പിന്നെ ഇവിടെ ഒരു ക്രീം കളറും പിങ്കും. ഐശുന്ന് കാണിച്ചു കൊടുക്കട്ടെ. ബാക്കിൽ ഇങ്ങനെ ഇത് ഹാർട്ടൊക്കെ ഉണ്ടായിട്ട് ഐശു നല്ല ഇഷ്ടമായി. ലവ് യു ബട്ടർഫ്ലൈ പറഞ്ഞോടുക്ക്. ഇഷ്ടമായിക്കണോന്ന് പറഞ്ഞോടുക്ക്. എനിക്ക് ഏതാ ഇഷ്ടം? ഏറ്റവും കൂടുതൽ ഇഷ്ടമായതാ? ഇത് രണ്ടും ഇഷ്ടമായി. മൂന്നും ഇഷ്ടായി. മൂന്നും ഇഷ്ടായോ? ഇനിയിപ്പോ അത് കഴിക്കലും ഉണ്ടാവില്ല, അതാണ് പ്രശ്നം. പിന്നെ ക്ഷമയേ, എനിക്ക് എന്നോട് ചോദിക്കാനുള്ളത്, ഞാൻ എന്നോട് ഒരു ചോദ്യം ചോദിക്കാന്ന് വിചാരിച്ചു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഈ വീടിനെ കുറിച്ചല്ല, കല്യാണത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തില്ല അതിനോ? അപ്പൊ എല്ലാരും ചോദിക്കുന്നില്ല സെക്കൻഡ് മാരേജ് അങ്ങനൊക്കെ ഉണ്ടാവുമെന്നൊക്കെ ചോദിക്കുന്നില്ലേ? അപ്പം അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തില്ലേ നമ്മള്? ലൈഫ് സ്റ്റോറി അല്ല, നമ്മള് കല്യാണത്തിനെ കുറിച്ച് മാത്രം. ഞാനിപ്പോ എങ്ങനെയാണ് ഇവിടെ ഇരിക്കാനുള്ളൊരു ഗ്യാപ്പ്. എന്നൊക്കെ ഐശു ഡാഡ് ഇതൊന്ന് ക്ലിയർ ചെയ്യട്ടെ. ഐശു ഒരു മിനിറ്റ്. നമ്മള് കല്യാണത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്താൽ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു 2-3 ദിവസം മുമ്പ്, 4 വീഡിയോന്റെ മുമ്പ്, ഒരാഴ്ച, കഴിഞ്ഞ ആഴ്ച എങ്ങനെയായാലും ബോസേ. അപ്പം ആ വീഡിയോയിൽ ഒരു കമന്റ് വന്നതാണ്, അവസാനം അവള് ഒറ്റപ്പെടുന്നു. അതായത് അവസാനം എന്താ പറയാ, ഇഞ്ഞി ഒറ്റപ്പെടുകയാണ്. ഇഞ്ഞി അവൾ എന്ന് പറഞ്ഞാൽ ഇഞ്ഞല്ലേ ആവശ്യം എന്ത് ഒറ്റപ്പെടാനാ? ഞാൻ ഒറ്റപ്പെടാനാ? അതാണ് എനിക്ക് അറിയേണ്ടത്. അത് തോന്നുന്നുണ്ടോ ആവശ്യം ഒറ്റപ്പെടുന്നാലും എനിക്ക് ഷുവറാ ആവശ്യം ഒറ്റപ്പെടൂലെന്ന് എനിക്ക് ഉറപ്പാ. ഓളെന്താ ഒറ്റപ്പെടാന്ന് വെച്ചാ, അപ്പൊ ഞാനെന്താ ഒറ്റപ്പെടാന്? അതല്ല, ഇപ്പൊ ആവശ്യം ഒറ്റപ്പെടുന്ന ഇപ്പൊ പറയേണ്ട ഒരു കാര്യം അവിടെ വരുന്നില്ല. അതൊക്കെ ഉണ്ട്. അത് ആരെപ്പോഴാ ഒറ്റപ്പെടാന്ന് ആർക്കും പറയാൻ പറ്റൂല. ഞാനതാട്ടോ ഉദ്ദേശിച്ചത്. അപ്പൊ ഷെഫിന്റെ മൈൻഡിലും ഉണ്ട് ഞാൻ എന്നെ ഒറ്റപ്പെടുത്തുവോ? എനിക്കെന്താ തോന്നുന്നത്? ഞാൻ അങ്ങനെ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ഒറ്റപ്പെടുകയെന്ന് വെച്ചാൽ എനിക്കറിയൂല. ഞാൻ ഒറ്റപ്പെടരുത് എന്നൊക്കെ വിചാരിച്ചല്ലേ നമ്മളിപ്പോ എല്ലാരും ജീവിക്കുക. പിന്നെ അതിനെന്തൊക്കെ ഒരു മറുപടി? ഞാൻ ഒറ്റപ്പെടുമെന്ന് എനിക്കറിയൂല. പഠിച്ചോ എന്താ കണക്കാക്കി അതുപോലെ വരും. ഇപ്പൊ എന്താണ് എന്നാലും ഓക്കെ മനസ്സിലായി. പക്ഷെ നീ എന്നെ ഒറ്റപ്പെടുത്തോന്നൊക്കെ അതിന്റെ സ്വഭാവമാണോ പറയാ? അങ്ങനെ ആയിരിക്കും, അതായിരിക്കും ഒരു ഉദ്ദേശിച്ചത്. അത് ഇപ്പോഴത്തെ സ്വഭാവം വെച്ചൊന്നും അങ്ങനെ ഒറ്റപ്പെടുത്തുന്നു തോന്നുന്നില്ല. നാളത്തെ നമുക്ക് ആർക്കോ പറയാൻ പറ്റും. അത് ഞങ്ങളെ ലൈഫിൽ നിന്നില്ല, ഈ കമന്റ് ഇട്ട ആളെ ലൈഫിലായാലും നാളെ സംഭവിക്കാന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന്. അതെ, അങ്ങനെ ഉണ്ട്. ഞങ്ങൾ കുറെ കാര്യങ്ങൾ ചോദിക്കാന്നുണ്ട്. നാളെ എന്തൊക്കെ ഒരുപാട് പരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രവചിച്ച് കിട്ടിയാ പിന്നെ നമ്മളത് തുടങ്ങണ്ടല്ലോ, അല്ലെ തുടങ്ങാലോ, എന്ത് ചെയ്യാലോ. അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ വിചാരിക്കുള്ളൂ. ഇന്ന് വരെ അങ്ങനെ ഒരു ഒറ്റപ്പെടുത്തുന്ന നിലവിലുള്ള പേഴ്സണാലിറ്റിയിൽ എന്താ പറയാനുള്ളത്? എനിക്ക് തോന്നിയില്ല. ഒറ്റപ്പെടുന്ന ഇപ്പൊ നമ്മൾ പുറത്തുള്ളത് പറയാ, ഉള്ളിന്റെ ഉള്ളത് അല്ല, ഉള്ളത്തെ കാളെ നിക്കട്ടെ. ഉള്ളത്തെ എന്തായാലും ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാലോ. അപ്പൊ ഞാൻ അങ്ങനെ ഒറ്റപ്പെടുത്തുന്ന ഒരാളാണ്. അത് ഇങ്ങനെയല്ല, ആരായാലും എല്ലാരെയും കൂട്ടിപ്പിടിക്കുന്ന ഒറ്റപ്പെടുത്തുന്ന ആളാണ്. അത് മുബാസിനായാലും ആരായാലും അങ്ങനെ ഒറ്റപ്പെടുത്തുന്ന ഒരാളല്ല ഞാൻ എപ്പോഴും കൂട്ടിപ്പിടിക്കുന്ന ഒരാൾ. അതാണ് എനിക്ക് ഇഷ്ടവും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല അല്ലേ? ഞാൻ അങ്ങനെ വിചാരിച്ചോണ്ട് നിക്കലും ഇല്ല. ഞാൻ ഒറ്റപ്പെടുവോ, എന്നെ ഒറ്റപ്പെടുത്തോ, ഞാൻ ഇന്നെന്താണോ ഇന്ന് അങ്ങനായിട്ട് ജീവിച്ചു പോകും. നാളത്തേക്ക് അറിയൂല ആരും. ഞാനൊരു ഷെഫിനെ അങ്ങോട്ട് ഒറ്റപ്പെടുത്തോ അങ്ങനെ ഒന്നും എനിക്ക് ഓർമ്മല്ല കേട്ടോ. എനിക്ക് ഓർമ്മല്ല. പക്ഷെ ഞാൻ ഈ ഒരു ഇന്നത്തെ ദിവസം വരെയുള്ള ഈ ടൈം വരെയുള്ള ഞാനാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഉള്ളതാണല്ലോ നമ്മൾ സംസാരിക്കാൻ പറ്റും. ഇന്നത്തെ ഈ സമയം വരെ ഞാൻ അങ്ങനെ ഒറ്റപ്പെടുത്തണമെന്നും ഒന്നും വിചാരിച്ചിട്ടുമില്ല. അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. അതിട്ട് എനിക്ക് ഇഷ്ടവുമില്ല. ഞാൻ അങ്ങനെ ഒരാളെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഒറ്റപ്പെടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എന്താ പറയുക, സമാധാനം, ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാൻ അങ്ങനെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം അതാണ് അതിൻ്റെ ആൻസർ. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ചോദ്യമായിരിക്കും. കാരണം ഇപ്പം എല്ലാവരും സെൽഫിഷ് ആണല്ലോ.
എല്ലാവരും അവനാൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചോദിക്കാൻ തോന്നും. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കുകയും ചെയ്യും. ഡിഫറെന്റ് ഉള്ളതിനെ കൊണ്ട് നിങ്ങൾക്ക് തോന്നാൻ മതി. അതെ, ഏജ് ഡിഫറൻറ്റ് എന്നല്ല, അതിപ്പോൾ ഏത് കല്യാണം നമ്മൾ കുറേ വീഡിയോയിൽ പറഞ്ഞതാണ് ഈ കാര്യം. ഏത് കല്യാണത്തിൻ്റെ കാര്യമായാലും ഒറ്റപ്പെടുവോ മുന്നോട്ട് പോവുകയോ ഒന്നിച്ച് ജീവിക്കുകയോ ഇതൊന്നും എല്ലാ കാര്യങ്ങളും ഏത് കല്യാണക്കാരിയായാലും ആർക്കും ഒരു മിനിറ്റ് ആവശ്യം ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത കാര്യമാണെന്നുള്ള എല്ലാവരും മനസ്സിലായില്ലേ? അപ്പോൾ അതാണ്. പിന്നെ മനുഷ്യന്മാരാണ്, മാറും മറക്കും അങ്ങനെയൊക്കെ ഉള്ളതുമാണ്. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളിലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പിന്നെ ഇന്നത്തെ ദിവസം വരെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇന്നത്തെ പ്രസൻറ്റ് സിറ്റുവേഷനെ നമുക്ക് സംസാരിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുമില്ല, അങ്ങനത്തെ ഒരാളല്ല ഞാൻ. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവുകയും ചെയ്യട്ടെ, അല്ലേ? അതാണ് എനിക്ക് ആ കാര്യത്തിനെ കുറിച്ച് പറയാനുള്ളത്. പക്ഷേ ഈ കമൻറ്റ് കണ്ടപ്പോൾ ക്ഷമയെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കൊണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടതല്ല. പക്ഷെ ഇപ്പോഴും ആളുകൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ കാണും വിചാരിക്കുന്നത് അതെന്തായിക്കല്ലോ. ഈ ലോകത്തിനൊരു കാര്യമുണ്ട്. നമ്മൾ ഒരാൾ നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്ത ആളെ കുറ്റക്കാരനാക്കി മാറ്റുന്ന ലോകമാണ്. അതിനിപ്പം ഇമ്മനെ തച്ചാലും രണ്ട് വിഭാഗമായി നിൽക്കുന്നത്. നന്നായി എന്ന് പറയുന്നവരും ഉണ്ടാവും, തല്ലണ്ടായിനോ എന്ന് പറയുന്നവരും ഉണ്ടാവും. ഇതിന്റെ അർത്ഥം ഞാൻ വലിയ പുണ്യം നല്ല അടിപൊളി ഡീസന്റ് ഒന്നല്ല. എന്നാലും അത് കുടുംബത്തിനെ വിട്ടുള്ള കളികളൊന്നും കളിക്കാൻ താല്പര്യമില്ലാത്ത ഒരു ആളാണ്. എന്താ കളികൾ? അത് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ട് കളികള്, കുട്ടികളെ കളിയാണ്. അങ്ങനത്തെ കമന്റുകളൊക്കെ ഒന്ന് ചോദിക്കുന്ന അതിനൊരു വീഡിയോ കുട്ടികളെ കളിയാണ്. എനിക്കൊന്നും അറിയാൻ പിടിക്കാൻ കഴിയില്ല. പിടിച്ചിടുന്നേതാ കാര്യം? പിടിക്കലല്ലോ, പിടിച്ചിടുന്ന കാര്യം പൊരയിലൊന്നും തല്ലുണ്ടാക്കാം. അത് ശരിയായിട്ടുള്ള കാര്യമല്ല. കളിക്കുകയും ചെയ്യരുത്, പിടിക്കുകയും ചെയ്യരുത്, കച്ചറ ഉണ്ടാകും. സമാധാനപരമായിട്ടുള്ള ജീവിതം, അല്ലേ? അതാണ് അതിന്റെ ഒരു രസം. ഈനൊക്കെ എന്തേലൊക്കെ ഒന്ന് അതിനെ കുറിച്ച് അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോവാതിരിക്കട്ടെ. അങ്ങനെ അതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന. പിന്നെ ചെമ്മിനോട് നിർബന്ധിക്കുന്നുണ്ട് പല കാര്യങ്ങളും, അല്ലേ? എന്നാലും കാര്യം നിർബന്ധിച്ച് പ്രലോഭിപ്പിക്കുന്നുന്നുണ്ട്. എന്താ പറയൂല, ഓളെ ഒറ്റപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ ഓള് ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താന്നല്ല കറക്റ്റ് ഞങ്ങൾ ഏതെങ്കിലും വീഡിയോയിൽ പറയാ, അല്ലേ? അല്ലേ? വെള അങ്ങനെ ഒറ്റപ്പെടുത്താന്ന് വെച്ച് വരുമോ? പാഷനൊന്ന് പഠിപ്പിക്കാനൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ചാർട്ടൊക്കെ കൊടുക്കും. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് മൂക്ക് പിടിക്കണം. ഒരു മിനിറ്റ് വലിക്കല്ല, ഒരു മിനിറ്റ് ഗൈസ്. അപ്പൊ ഏതായാലും കാണാം. അപ്പൊ ഏതായാലും ഡ്രസ്സ് ഇഷ്ടപ്പെട്ടവർക്ക് ഞാൻ ഇൻസ്റ്റന്റ് ഐഡിയോ അതല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ ഔഫലിനോട് ചോദിക്കട്ടെ ഏതാ കൊടുക്കേണ്ടത്. ആ സാധനം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ഡ്രസ്സ് വേണ്ട ആൾക്കാർ അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഏതായാലും ബൈ ബൈ. ഇത് പിടിച്ചു കൊടുക്കട്ടെ. ബൈ ബൈ, ടാറ്റ.